ഇന്ന് അധ്യക്ഷ പ്രസംഗം എന്ന രീതിയിൽ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ബഹുമാനായ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പറയാൻ ഇരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലും പൊതുഗതാഗത സമ്പ്രദായത്തിൻ്റെ ചരിത്രത്തിലും ഒരു വലിയ കല്ലാണ് ഇന്ന് തമ്പാനൂരിൽ നാം നാട്ടാൻ പോകുന്നത്. 65 RTCകൾ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഉണ്ടായപ്പോഴാണ് KSRTC എന്ന പേരിൽ കേരളത്തിലും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും RTCകൾ ഉണ്ടായത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5700 ബസ്സുകൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ആയിരക്കണക്കിന് സർവീസുകളുണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അതിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു. KSRTCയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, കൂടുതൽ വികേന്ദ്രീകരിക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ രംഗത്തെ പബ്ലിക് പോളിസി. ഒന്നാമതായി നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റുകളെ ഈ കാര്യത്തിൽ നാം ശാക്തീകരിക്കുകയാണ്. ലോക്കൽ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ നാം ആവിഷ്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ഗ്രാമവണ്ടി സമ്പ്രദായം വിപുലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. മുനിസിപ്പാലിറ്റികൾക്കും ആ തരത്തിൽ ബസ്സുകൾ ഓടിക്കുകയാണെങ്കിൽ KSRTC അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കും. കോർപ്പറേഷന് അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വണ്ടികൾ സ്പോൺസർ ചെയ്യാനുള്ള ഉത്തരവുകൾ അല്ലെങ്കിൽ അതിൻ്റെ മൊഡാലിറ്റി എന്താണെന്നുള്ളത് അധികം താമസിയാതെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഈ KSRTC ഡിപ്പോ മുതൽ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും 93 ഡിപ്പോകളാണ് നമുക്കുള്ളത്. അവിടെയെല്ലാം നമ്മുടെ MLA-മാർക്കും MP-മാർക്കും ജനപ്രതിനിധികൾക്കും അംഗീകൃതമായ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അംഗത്വമുള്ള ഒരു സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ ഇന്നിപ്പോൾ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് അതിൻ്റെ പൂർണ്ണമായ സമ്മതം വാങ്ങിച്ചു. അതുകൊണ്ട് ഇനിമേലിൽ ജനകീയമായി തന്നെ നമ്മുടെ എല്ലാ ഡിപ്പോകളും പരിപാലിക്കപ്പെടും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇത് പൗരന്മാരുടെ സ്വത്താണ്, ഇത് പൗരസമൂഹത്തിൻ്റെ സ്വത്താണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് ബസ്സാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല, എൻ്റെയും നിങ്ങളുടെയും സ്വന്തം ബസ്സാണ്. ആ അർത്ഥത്തിൽ അതൊരു സ്വകാര്യ സ്വത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീണ്ട പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. ഈ വേദിയിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴ പെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യലിലെ ആദ്യത്തെ അക്ഷരം തന്നെ മലയാളത്തിലുള്ള വിസ്മയമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റൊരു വിസ്മയം ഇപ്പോൾ ഇവിടെ പൊട്ടി വിടരാൻ പോകുന്നു. അദ്ദേഹം ഒരു ടിക്കറ്റ് ഒരു വനിതയ്ക്ക് കൊടുക്കും. ആ ടിക്കറ്റിൽ 0 എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ വനിതകളെല്ലാവരും എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി എഴുതണം. അവരോട് കണ്ടക്ടറോട് പറയണം. അതുപോലെ എവിടെയെങ്കിലും ഉദാഹരണത്തിന് ഇവിടെ നിന്നും പാളയത്തേക്ക് പോയി വീണ്ടും നിങ്ങൾക്ക് പോകണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം, പൈസ കൊടുക്കണ്ട എന്ന് മാത്രം. അതുകൊണ്ട് ആ ടിക്കറ്റിംഗ് സമ്പ്രദായം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു. ആ ഉദ്ഘാടനത്തിനായി വളരെ വിനയപൂർവ്വം എനിക്ക് സഹോദര തുല്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ UDF-ൻ്റെ ഏറ്റവും പ്രായം കൊണ്ട് കുറവാണെങ്കിലും പ്രായം കുറഞ്ഞ കാരണവസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ഞാൻ ആദരവോടുകൂടി ക്ഷണിക്കുന്നു.